പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശനിയാഴ്ച ദിനം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 3 അവിടെ വചനം വെളിപ്പെടുത്താണ്. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാകുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അനുഗ്രഹം അവകാശമാകുന്നതിന് വേണ്ടി. അനുഗ്രഹം അവകാശമാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് അനുഗ്രഹം അവകാശമാണ്. അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തിന്മയ്ക്ക് തിന്മ ചെയ്യാൻ പാടില്ല, നിന്ദനത്തിന് നിന്ദനം ചെയ്യാൻ പാടില്ല. ടിറ്റ് ഫോർ ടാറ്റ്, ഉരുളക്കുപ്പേരി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പ്രിയ സഹോദരൻ, ഈ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതായത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നു, കുർബാന സ്വീകരിക്കുന്നു, ജപമാല കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു, നോമ്പെടുക്കുന്നു, കാറ്റിസം പഠിപ്പിക്കുന്നു, എല്ലാ പരിപാടിയിലും വളരെ ആക്റ്റീവാണ്. പക്ഷെ അവർ പറയായിരുന്നു, എൻ്റെ അച്ഛാ അവരുടെ വീട്ടിലേക്ക്, അതായത് അവരുടെ കസിൻസും ആരൊക്കെയാണ്, ഞങ്ങൾ അവരുടെ വീട്ടിൽ പോവില്ല. കാരണം എന്താണെങ്കിൽ ഞങ്ങളുടെ മോൻ്റെ കല്യാണത്തിന് അവർ വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവില്ല. എന്നിട്ട് ഭയങ്കര ആത്മീയ ജീവിതം നയിക്കുന്നു എന്ന തോന്നലും. പ്രിയ സഹോദരങ്ങളെ, അത് നമുക്ക് അങ്ങനെയൊക്കെ പോകാമെന്നും ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകാമെന്നേ ഉള്ളൂ. അല്ലാതെ കൃപയിലേക്ക് വരണമെങ്കിൽ ഈ വചനം പാലിക്കണം. തിന്മയ്ക്ക് തിന്മ ചെയ്യരുത്, നിന്ദനത്തിന് പകരം നിന്ദനം കൊടുക്കരുത്, പകരം അവരെ അനുഗ്രഹിക്കുകയും. അനുഗ്രഹം അവകാശമാകുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അങ്ങനെ നമ്മൾ നിന്ദനത്തിന് പകരം നിന്ദനം കൊടുക്കാത്തവരാണെങ്കിൽ നമ്മെ നിന്ദിച്ചു, പക്ഷെ നമ്മൾ പകരം ബഹുമാനം കൊടുക്കുകയാണ്. നമ്മെ ക്ഷണിച്ചില്ല, പക്ഷെ നമ്മളെ ക്ഷണിച്ചു, നമ്മളങ്ങോട്ട് പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഒരു ജനമാണെങ്കിൽ നമ്മൾ അനുഗ്രഹം അവകാശമാക്കപ്പെട്ടവരാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവമേ, ഇത്തരത്തിലുള്ളൊരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.